ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഭക്തികേന്ദ്രങ്ങളിൽ ഒന്നായ ഉത്തർപ്രദേശിലെ വൃന്ദാവൻ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രേം മന്ദിർ എന്ന ഒരു മഹാക്ഷേത്രമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഞങ്ങൾ അവിടെ സന്ദർശിച്ചു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് കൂടി ഒന്ന് കാണട്ടെ. കണ്ടിട്ടുള്ളവരുണ്ടാവും, നേരത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ ആ സ്ഥലത്ത് ചെന്നപ്പോൾ നമ്മളുടെ മനസ്സിൽ ഫീൽ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം, അത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഭക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ വൃന്ദാവൻ. വളരെ ഫേമസ് ആണ്. ശ്രീകൃഷ്ണനും രാധയുമായി ബന്ധപ്പെട്ട ലീലകളുടെ സ്മരണയ്ക്കായി ജഗദ്ഗുരു കൃപാലു മഹാരാജ് ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ച് 2012 പബ്ലിക്കിന് സമർപ്പിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ കടന്നു. ഉള്ളിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഉണ്ടോ, ഉള്ളിൽ ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും ശില്പങ്ങളും അതുപോലെ സീതാരാമൻ്റെ ശില്പങ്ങളും ഇതിൽ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരം, വൃന്ദാവൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടി എത്തുന്ന ഒരു കാഴ്ചയുണ്ട്, നമ്മുടെ മനം കുളിർക്കുന്ന ഒരു കാഴ്ച. അത് നമുക്ക് അവിടെ ആസ്വദിക്കാൻ കഴിയും. അതാണിത്. എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ പരിസരങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിൽ ഇങ്ങനെ ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞ്, അത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാം. അത് കൃഷ്ണൻ്റേത്, ഇതൊരു അർജുനൻ ഗീതോപദേശം കൊടുക്കുന്നതിൻ്റെ ചിത്രവും അർജുനന് കൃഷ്ണൻ ഗീതോപദേശം കൊടുക്കുന്നതിൻ്റെ ചിത്രം ഇതാണ് ഉണ്ട്. പിന്നെ ശ്രീകൃഷ്ണൻ നൃത്തം ചെയ്ത് നിൽക്കുന്ന ഒരു പ്രതിമ. ഇങ്ങനെ അതിനകത്ത് എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. കാൻറ്റീനുണ്ട്, വെള്ളത്തും കുടിക്കാനുള്ള ഇതിനുണ്ട്, എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ആൾക്കാരിങ്ങനെ കൂടി നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നു. ഈ വൃന്ദാവനം എന്ന് പറയുന്ന വൃന്ദാവനം തന്നെയാണ്. ഈ വൃന്ദാവനം കണ്ട് ആസ്വദിച്ച് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആൾക്കാരെയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വൈകുന്നേരങ്ങളിൽ ലൈറ്റ് ഷോ ഉണ്ട്. അതായത് പ്രേം മന്ദിർ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ലൈറ്റ് ഷോയിൽ ഈ പ്രേം മന്ദിർ, ഈ ക്ഷേത്രം അത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് പല പല രീതികൾ നമ്മൾക്ക് സ്വർണ്ണ കളറിലൊക്കെ ഇങ്ങനെയൊക്കെ അതിൻ്റെ കാണാനും എടുക്കാനും ആൾക്കാരുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു വൈകുന്നേരം ഒരു ആറാട്ട് പോലെ ഒരു എഴുന്നള്ളത്ത് ഉണ്ട്. അത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അത് കൃഷ്ണനെയും രാധയെയും ആനയിച്ച് ഇങ്ങനെ വെഞ്ചാമരമൊക്കെ വീശി കൊണ്ടുവന്നു. അതിൻ്റെ ഫ്രണ്ടിൽ ഈ ജഗദ്ഗുരു കൃപാലു മഹാരാജാൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം നല്ല കൃഷ്ണ ഭക്തി ഗാനങ്ങൾ പാടി, ഭയങ്കര ഭക്തിനിർഭരമായ ഗീതങ്ങളൊക്കെ പാടി കൊണ്ടുപോകുന്ന എല്ലാവരും അതിൻ്റെ ഒപ്പം തുള്ളി സന്തോഷിച്ച് നൃത്തമാടി ഒരു വൃന്ദാവനത്തിൽ ചെന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ ഫീലിംഗ് എല്ലാവർക്കും എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾ ആഗ്രയിലൊക്കെ പോകുമ്പോഴത്തേക്കും അതുവഴി നമുക്ക് പോകാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ പോയി കാണണം. എല്ലാവർക്കും ഇത് കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.